الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله 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 ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. ഇരിക്കുക. വെള്ളം വേണ്ടവരൊക്കെ കുടിക്കുക. വെള്ളം അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കുടിക്കുക. മോമിനിങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതഅല്ലിമീങ്ങളെ ദുആക്ക് ഇജാബത്തുള്ളവരായി പറഞ്ഞിട്ടുണ്ട്. 10 കൂട്ടക്കാർക്ക് ദുആക്ക് ഇജാബത്തുള്ളതിൽ ഒന്നാമത്തേത് ആലിമും രണ്ടാമത്തേത് മുതഅല്ലിമുമായാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള കുറേ ആളുകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വിവരമില്ല എന്നുള്ളതാണ് അത്ര ഏറ്റവും വലിയ വിവരം. അന്തമില്ലാത്തൊരനന്തകോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവലാണേറ്റമന്തം. അജ്ഞനും വിജ്ഞനും തമ്മിലുള്ളന്തരം ആനയും പേനും കണക്കയത്രേ. അജ്ഞൻ പ്രഭുവായിട്ടെന്തു കാര്യം, മഹാവിജ്ഞൻ ദരിദ്രനാണെങ്കിലെന്ത്. ആനയും പേനും തമ്മിലുള്ള ബന്ധാണ് വിവരമില്ലവനും വിവരമില്ലാത്തവനും തമ്മിൽ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാണോ എന്ന് നബിയെ നിങ്ങൾ ചോദിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന, വിവരമുള്ളവർ ഒരേ മാതിരിയാണോ എന്ന് ചോദിക്കുക. വല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്തവർ ഒരേ മാതിരിയാണോ എന്നും ചോദിക്കുക. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി അതിലുണ്ട്, വിവരമുള്ളവരും വിവരമില്ലാത്തവരും കൂടിയാ ഒരേ മാതിരിയാകുമോ എന്നും ചോദിക്കുക. എല്ലാ വിവരമുള്ളവരും ഒരേ മാതിരിയല്ല, എല്ലാ വിവരമില്ലാത്തവരും ഒരേ മാതിരിയല്ല. വിവരമുള്ളവരും വിവരമില്ലാത്തവരും കൂടിയാലും ഒരേ മാതിരി ആവില്ല എന്നുള്ളതാണ്. പലപ്പോഴും പറ്റുന്ന വലിയൊരു അബദ്ധം താരതമ്യം ചെയ്യുന്നിടത്താണ്. ഒക്കെ കണക്കന്നെ എന്ന് പറയും ചിലവര്. മൂല്യന്മാരൊക്കെ കണക്കന്നെയാണ് പറയും. ആദ്യത്തെ മൂല്യര് ആദം നബി അലൈഹി ഇസ്ലാമാണ്. അത് മൂപ്പര് മറന്നതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക. ആദ്യത്തെ മൂല്യര് സയ്യിദുനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമാണ്. ആജ്യന്മാരൊക്കെ കണക്ക് തന്നെ എന്ന് പറയും. ആദ്യത്തെ ആജ്യര് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ കണക്ക് തന്നെ എന്ന് പറയും. അമ്പിയാക്കളൊക്കെ രാഷ്ട്രീയക്കാരാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാഷ്ട്രീയക്കാരനാണ്. അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസാണ്. ഇൽമിന്റെ വഴിയിൽ ധാരാളമായി സഞ്ചരിച്ച ഒരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാവരും കണക്കാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. അതായത് ലോകത്തിന്റെ ആരംഭം മുതലുള്ള മനുഷ്യന്മാരെ പിന്തുണക്കാൻ രണ്ടാലൊരു ശക്തി ഉണ്ടായിട്ടുണ്ട്. ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള ആൾക്കാരെ രണ്ടായി തിരിച്ചാൽ, ആദ്യ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള മനുഷ്യന്മാരെ രണ്ടായി തിരിച്ചാൽ, ഒന്നുകിൽ സലാമത്തിന്റെ അഹ്ലുകാരായിരിക്കും, അല്ലെങ്കിൽ ഫിത്നയുടെ അഹ്ലുകാരായിരിക്കും. ഇത് രണ്ടും അല്ലാത്ത വേറൊന്നുമില്ല. കുറച്ച് സലാമത്തും കുറച്ച് ഫിത്ന അങ്ങനെ ഉണ്ടാവില്ല. ഫിത്നയാണെങ്കിൽ ഫിത്ന തന്നെയാണ്, സലാമത്താണെങ്കിൽ സലാമത്ത് തന്നെയാണ്. ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ പരിശോധിച്ചാൽ ഒന്നുകിൽ സലാമത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ ഫിത്നന്റെ ആളാണ്.
സലാമത്തിന്റെ അഹലുകാരുടെ കൂടെ മലക്കുകളുടെ പിന്തുണ ഉണ്ടാവും. ഫിത്തനന്റെ അഹലുകാർക്ക് പിശാച്ചിന്റെ പിന്തുണയുണ്ടാവും. രണ്ടാലൊരു പിന്തുണ ഉള്ളവരല്ലാതെ ലോകത്തില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. രണ്ടാലൊരു പിന്തുണ ഉണ്ടാവും. ഒന്നുകിൽ മലക്കിന്റെ പിന്തുണ, അല്ലെങ്കിൽ പിശാച്ചിന്റെ പിന്തുണ. മലക്കിന്റെ പിന്തുണ കിട്ടിയവർ സലാമത്തിന്റെ അഹലുകാരാണ്. ഓരോട് അവസാന ഒരു വർത്താനുണ്ട്. സലാമത്തിന്റെ അഹലുകാരോട് അവസാന ഒരു വർത്താനുണ്ട്. സ്വർഗത്തിൽ വെച്ചാണ് ആ വർത്താനം പറയാ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമത്തിന്റെ അഹലുകാർ ഓരോട് അവസാനം പറഞ്ഞ വർത്താനം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നാണ്. ഐസ്ക്രീം തിന്നിങ്ങനെ ഇരിക്കുമ്പോൾ ലഹും അവർക്കുണ്ട് ഫീഹാ അതിൽ ഫാക്കിഹത്തുൻ ഐസ്ക്രീം വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കണ എല്ലാ സാധനം കിട്ടും. പിന്നെ അവരോടൊരു വർത്താനുണ്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇതാണ് സലാമത്തിന്റെ അഹലുകാർ. ഓരോട് ഇടക്കിടക്ക് സലാമത്തിന്റെ വർത്തമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിത്നന്റെ ആൾക്കാരുണ്ട്, അത് വേറൊരു വിഭാഗമാണ്. ഓലോട് അവസാനം അല്ലാഹു തആല കൈയൊഴിയുമ്പോൾ ചെയ്താനൊരു വർത്താനം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മക്കുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി തന്നിട്ട് എന്തിനെ ചെങ്ങായെ ഞാൻ പറഞ്ഞതിനൊപ്പം ഇജ്ജ് കൂടിയത്? എനിക്കെന്നെ കേടുവരുത്താൻ പറ്റൂലായിരുന്നു, ഇജ്ജ് കേടന്നതാണ്. എനിക്കിങ്ങനെ വർത്താനം പറയാനേ പറ്റുള്ളൂ, കേടുവരുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല, പ്രേരിപ്പിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഈ വെറുതെ എൻ്റെ ഒപ്പം കൂടിയാണ്ട് കേടുന്നില്ലേ എന്ന് പറഞ്ഞാണ്ട് പിശാച്ച് കഴിയുന്ന ഒരു രംഗുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, നല്ലത് കേടുന്നാൽ പറ്റ മോശമാവും. ഇപ്പൊ ഇന്ന് നമ്മൾ ദോറുസ്കരിക്കാനേ പള്ളിക്ക് ചെന്നിട്ട് മൂത്രയിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നാൽ സാധാരണയുള്ളതല്ലാതെ ഒരു സ്പെഷ്യൽ സ്മെല്ലുണ്ടാകും. അതിൻ്റെ കാരണം നെയ്ച്ചോറും പോത്തിറച്ചിയാണെന്നുള്ള തന്നെ കാരണം. നല്ല കേടുന്ന ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ ബാത്റൂമിൽ അസർക്ക് പോയി നോക്കിയാൽ സാധാരണ ഉള്ള സ്മെല്ലല്ല ഉണ്ടാകുക, ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകുക. അതിൻ്റെ കാരണം എല്ലാവരും ബിരിയാണി കഴിച്ചു എന്നുള്ളത് തന്നെയാണ്. നല്ലത് കേടെന്നാ പറ്റ മോശമായി. ദർസക്ക് പോയിട്ട് കോളേജിക്ക് പോയിട്ട് 2 കൊല്ലം കോയങ്ങാണ്ട് പിന്നെ പോയില്ലെങ്കിൽ ഓൻ പറ്റ കുറ്റം കെട്ടവനാവും. അതുകൊണ്ട് പോയവരൊക്കെ ഇനി പൂർത്തിയാക്കിയേ പറ്റൂ. പോയവരെന്തായാലും ഇനി മുഴുവനാക്കിയേ പറ്റുള്ളൂ. അല്ലാഹു തആല കമാലിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ശൈത്താൻ നുഖ്സാനിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു സംഗതി മുഴുവനായില്ലെങ്കിൽ ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങിക്കുന്നവൻ പലപ്പോഴും പിശാചന്നായിരിക്കും. എന്തിനാ തുടങ്ങിക്കുന്നത്? മുഴുവാക്കാതിരിക്കാൻ. ചിലപ്പോൾ ദിക്റൊക്കെയാണ് തുടങ്ങിപ്പിക്കും, നമ്മളെ കൊണ്ട് തഹജ്ജുദൊക്കെയാണ് തുടങ്ങിപ്പിക്കും. എന്തിനാ തുടങ്ങിപ്പിക്കുന്നത്? മുഴുവനാക്കാതിരിക്കാൻ. മുഴുവനാകാത്ത എല്ലാ പരിപാടിയോടും ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. മുഴുവനാകുന്ന എല്ലാ അമലുകളോടും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കമാലിയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ലയനത്താക്കപ്പെട്ട പിശാച് നുഖ്സാനിയത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നുഖ്സാനിയത്ത് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെ മുഴുവൻ ലയനത്താക്കപ്പെട്ട പിശാച് സ്വീപ്പാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറെ കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുക. നന്നാവാൻ ആർക്കും പറ്റും. നുബുവത്തല്ലാത്ത എല്ലാ കാര്യങ്ങളും അധ്വാനിച്ച് നേടാം. നബിയാകാൻ മാത്രം അധ്വാനിച്ചാൽ പറ്റൂല. ഒരാൾക്ക് ഒരുപാട് നിസ്കരിച്ചു, നബിയാവൂല. കുറേ നോമ്പ് പറ്റൂ, രാത്രി ഉറങ്ങാതെ ഇബാദത്തെടുത്തു, പകൽ സമയം മുഴുവനായും നോമ്പ് പറ്റൂ, നബിയാവൂല. അതിൻ്റെ താഴെയുള്ള എല്ലാവരും അധ്വാനിച്ചാൽ നേടാൻ പറ്റും. എല്ലാവർക്കും വലിയാവാൻ പറ്റും, എല്ലാവർക്കും കുത്തുബാവാൻ പറ്റും, എല്ലാവർക്കും ആബിദാവാൻ പറ്റും, എല്ലാവർക്കും സ്വാലിഹാവാൻ പറ്റും, എല്ലാവർക്കും ദുആക്ക് ഇജാബത്തുള്ളവനാകാൻ പറ്റും, എല്ലാവർക്കും വിശ്വാസം കൂട്ടിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും കലിമ ചൊല്ലി മരിക്കാൻ പറ്റും. നബി ആവലല്ലാത്ത എല്ലാ പരിപാടിയും എല്ലാവരെ കൊണ്ടും നടക്കും. അധ്വാനിക്കാൻ തയ്യാറാണെന്നേ ഉള്ളൂ. അധ്വാനിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. എനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. എന്താ കിട്ടാത്തതിന്റെ കാരണം? ഞാനൊന്നും തോരുന്നാൽ കിട്ടൂല. ഈ കാരണം അള്ളാഹ് എന്നെ പറ്റിച്ചാൻ വേണ്ടി പറഞ്ഞതാണ് തരാന്ന്. അങ്ങനെ നമുക്ക് തോന്നിയാൽ പിന്നെ അങ്ങനെ കിട്ടുക?
നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്, പറ്റിക്കാൻ പറഞ്ഞൊന്നല്ല. നമ്മൾ ദോർന്നാൽ ഇജാബത്ത് കിട്ടുന്ന ആദ്യം ഞമ്മക്കാണ് തോന്നണം, എന്നാ കിട്ടും. ഞാൻ കലിമ ചൊല്ലിയിട്ടേ മരിക്കൂ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലി മാത്രമേ മരിക്കുകയുള്ളൂ. നിങ്ങൾ സനത് വാങ്ങിയിട്ടേ നിൽക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? സനത് വാങ്ങിയിരിക്കും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയവും അങ്ങനെയാണ്. നമ്മുടെ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇലാഹിയായ വഴിയിലെ കമാലിയത്തിനെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരാതിരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ സംസാരത്തിൽ തങ്ങളവറുകൾ ദീർഘമായി പറഞ്ഞത് അദബ് പാലിക്കുന്നതിനെ കുറിച്ചാണ്. മുതഅല്ലിമീങ്ങൾ വളരെയധികം അദബുള്ളവരായിരിക്കണം. ശൈഖുനാ അത്തിപ്പറ്റ് ഉസ്താദ് മുതഅല്ലിമീങ്ങളോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. രാത്രി എവിടെയെങ്കിലും വല്ല പരിപാടിക്കും പോയാൽ സ്പെഷ്യലായ ഭക്ഷണങ്ങൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. മുതഅല്ലിമീങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം, വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇതൊരു വലിയ ബർക്കത്തുള്ള വഴിയാണ്. ഞാനൊരു സാങ്കല്പിക കഥ പറയാം നിങ്ങളോട്. ഞാനത് പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പള്ളിക്ക് റമദാൻ മാസം കഴിഞ്ഞിട്ട് ശവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരിക്കൽ ദർസിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞപ്പോലോട് ഈ സംഭവം പറഞ്ഞു. സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ പോയി നല്ലോണം മാർക്കൊക്കെ കിട്ടി ഒരു 5-6 A+ ഒക്കെ ഉണ്ടെങ്കിൽ +2 എന്തായാലും പറഞ്ഞയക്കണം, പഠിക്കട്ടെ. +2 അത്യാവശ്യം തിരക്കടില്ലാതെ ജയിച്ചാൽ ഡിഗ്രിക്ക് പറഞ്ഞയക്കണം. ഡിഗ്രിയും കഴിഞ്ഞാൽ വല്ല B.Ed എന്തെങ്കിലും എടുക്കണം, മാഷാവണം. അല്ലെങ്കിൽ പിന്നെ MA പഠിപ്പിക്കണം, ഉഷാറാവണം. SLC ജയിച്ചില്ലാന്ന് കൂട്ടുക, ഒരു 4 A+ കിട്ടിയില്ല, കഷ്ടിച്ച് Bയും Cയും ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി കാലൊടിഞ്ഞില്ലാന്നേ ഉള്ളൂ, രക്ഷപ്പെട്ടതാണ് എന്ന് വെക്കുക. എന്നാ പിന്നെ ആ പണിമ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് കൊണ്ടേക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ജൂനിയേഴ്സിന് എല്ലാ പ്രയാസമുള്ള പണിയും കിട്ടും. പഞ്ചസാര ചാക്ക് ഏറ്റലും ഉപ്പും ചാക്ക് പിടിച്ചു കൊടുക്കലൊക്കെ ജൂനിയേഴ്സിൻ്റെ പണി കഴിക്കാനും. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന് നമ്മൾ തയ്യാറായേ പറ്റുമോ. അതിന് കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജൂനിയേഴ്സിന് കുറച്ച് പ്രയാസമുള്ള ജോലികൾ ഉണ്ടാവും, അതിന് തയ്യാറാവണം, എന്നാലേ സീനിയറാവുള്ളൂ. ചെന്നൈക്കിന് ആരും സീനിയറാവൊന്നുമില്ല, ഒന്നിലും സീനിയറാവില്ല. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലും എല്ലാവരും ജൂനിയേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഉമ്മ വെറ്റപ്പോൾ തന്നെ ഇങ്ങനെ വയറുതരാൻ തുടങ്ങിയൊന്നല്ല. ആദ്യം ജൂനിയറായിട്ട് പിന്നെ സീനിയറായതാണ്. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം ജൂനിയേഴ്സിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, അത് സഹിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ കുറച്ച് ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് പഞ്ചസാര ചാക്കൊക്കെ ഏറ്റിങ്ങനെ പോയി ഉഷാറായി കുഴപ്പമില്ല എന്ന് തോന്നിയാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി എവിടേക്കേലും പോകുമ്പോൾ ആ ക്യാഷ് കൗണ്ടർ ഒന്ന് ശ്രദ്ധിക്കൊണ്ടു എന്ന് പറയും. അത് വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താൽ അടുത്ത പ്രാവശ്യം പർച്ചേസിന് പോകുമ്പോൾ കൊണ്ടുപോകും. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പർച്ചേസ് ചെയ്യൽ. വിൽക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വാങ്ങണത്. വാങ്ങണ്ടോടത്തുനിന്ന് വാങ്ങണം. വിൽക്കലെവിടെയും വിൽക്കാം, വിൽക്കലെവിടെയും വിൽക്കാം. എല്ലാം ഇതിലേക്ക് എടുത്തോളിട്ടോ. വിൽക്കലെവിടെയും വിൽക്കാൻ പറ്റും, പക്ഷെ വാങ്ങണത് വാങ്ങണ്ടോടത്തുനിന്നായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പൊ പർച്ചേസിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ക്യാഷ് കൗണ്ടർ കൈകാര്യം ചെയ്തപ്പോൾ നല്ല വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്താലും മുതലാളി പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് നടത്തുന്ന സ്ഥലമൊക്കെ കണ്ട് പരിചയപ്പെട്ട് അതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഓൻ പറയും, അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്, ഞാനത് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇജ്ജ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടോ, ഞാനും സഹായിക്കാന്ന് പറയും. രണ്ടാളും കൂടി പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിങ്ങാണ്ട് വലിയൊരു പൈസക്കാരനാവാം. നല്ല തന്നെയാണ്, പൈസയും വേണം, കാര്യങ്ങൾ നടക്കണേ പൈസ വേണമല്ലോ, അങ്ങനെ ആയിക്കോട്ടെ. അല്ല 4 ദിവസമൊക്കെ പോയിട്ട് ഇങ്ങനെ സിമെന്റും ചാക്കല്ല പിന്നെ പഞ്ചസാര ചാക്കൊക്കെ ഇങ്ങനെ ഏറ്റപ്പോൾ ഓനൊരു ഇടങ്ങേറ്.
ഓൻ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അയക്കണ്ട, അടുത്ത പരിപാടി കോഴിപ്പീടിയിൽ നിർത്തുക. അതിന് തൊട്ട് താഴെ മോശം എന്നല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. ഇറച്ചി കച്ചവടം ചെയ്യണവരും മീൻ കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്നോട് യോജിപ്പുണ്ടോ ഇല്ല എന്നറിയില്ല. മീൻ കച്ചവടം ചെയ്യണവരും ഇറച്ചി കച്ചവടം ചെയ്യണവരും പെര കയറ്റിയിട്ടും കുട്ടികളെ കെട്ടിയിട്ടും കടം വരുത്തി വെക്കാറില്ല. ഒരു മനുഷ്യന് കടം വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വഴിയാണ്, ഒന്ന് കുട്ടികളെ കെട്ടിക്കൽ, ഒന്ന് പെരപ്പണി. പക്ഷെ മീൻ കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണ്, നിങ്ങൾ ഇറച്ചി കച്ചവടക്കാരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നല്ലൊരു ബർക്കത്തുള്ള പരിപാടിയാണ്. മട്ടത്തിന് അറുത്തിട്ട് തന്നെയാണ് കൊടുക്കണതെങ്കിൽ നല്ല ബർക്കത്തുള്ള പരിപാടിയാണ്, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് നടക്കൂലെങ്കിൽ പിന്നെ കോഴിപ്പീടിയിൽ നിർത്തുക, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിന് നിർത്തുക. ആ കോയിനെങ്ങനെയാണ്ട് വെട്ടുമ്പോൾ ചോര മേത്തേക്കൊണ്ട് തെറിക്കും. അപ്പോൾ ഓനെ സഹിക്കാൻ പറ്റണില്ല. വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഇന്നെക്കൊണ്ട് ഈ പണി നടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്തത് വർക്ക്ഷോപ്പിൽ നിർത്തുക. മോട്ടോർ സൈക്കിൾ നേരാക്കാൻ, കാറ് നേരാക്കാൻ നല്ല പണിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല പണിയാണ്. ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ ആളുകളെ സഹായിക്കലാണ് വർക്ക്ഷോപ്പ്. നല്ല പരിപാടിയാണ്, നല്ല പണിയാണ്, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ മേത്ത് കരിയോ, തുണിങ്ങപ്പായ നല്ല എടുത്തു പോയിട്ട് കാര്യമില്ല, അതിൽ കരിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓനെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ വാപ്പ വലിയ ആളായിട്ട് ഇപ്പൊ ഞാൻ മേത്ത് കരിയാക്കി ഇങ്ങനെ നടക്കണമെന്നാ തോന്നണേ, സഹിക്കാൻ പറ്റണില്ല. വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെക്കൊണ്ട് വാപ്പ ഈ കാര്യം പറ്റൂല എന്ന് പറഞ്ഞാൽ അടുത്തതായി ഓതാൻ പറഞ്ഞേക്ക പള്ളിയേക്ക്. അടുത്ത പരിപാടി ഓതാൻ പറഞ്ഞേക്ക പള്ളിയേക്ക്. അങ്ങനെ പള്ളിയേക്ക് ഓതാൻ പോയി ഒരു 2 കൊല്ലം 3 കൊല്ലം ഇങ്ങനെയാണ്ട് ഓതി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇങ്ങനെയാണ്ട് എടുത്ത് ചെറിയൊരു തലകെട്ടൊക്കെ കെട്ടിയിട്ട് റമളാൻ മാസത്തെ ഒഴിവിന് നാട്ടിക്കണ്ട് വന്നിട്ട് ജുമാന്റെ ശേഷം അങ്ങോട്ട് നീച്ചെന്ന് വർത്താനം പറഞ്ഞാല് എല്ലാ പൈസക്കാരും ആജ്യന്മാരും മൂക്കത്ത് വിരലിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കും. കുഞ്ഞാമീന്റെ ചെറുക്കൻ തന്നെ അല്ലപ്പാ പറയണത്. ജീവിതത്തിലെ വലിയൊരു മാറ്റാണത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. 2 കാരണങ്ങളെ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ഒന്ന്, സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്. ഏതാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്? സംഗതി ഇപ്പൊ നമ്മള് വിചാരിക്കും, പള്ളിക്ക് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ മുത്താലിമ്യങ്ങളെ ഷേപ്പാക്കണ കുറെ വയസ്സായ ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും അയാളിപ്പോ എന്നെ നന്നായത് എന്നാന്നുള്ളത് പ്രശ്നമല്ല, നന്നായില്ലേ, അതാ പ്രശ്നം. എന്നാന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മാലം യുഗർഗർ നന്നായാൽ മതി. റൂഹ് തൊണ്ടക്കുയിലെത്തുന്നതിന് മുമ്പ് നന്നായാൽ അള്ളാഹു സ്വീകരിക്കേ, ഞമ്മക്കേ മടിയുള്ളൂ. ഓപ്പ എന്നെങ്ങനെ കുറേശ്ശിയായത്? അള്ളാഹ്ക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അള്ളാഹു തആല സ്വീകരിക്കും. അപ്പൊ നന്നായൊരു ഓലും നന്നായവർ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. സ്വാലിഹീങ്ങളായ കുറെ ആളുകളുടെ സുഹ്ബത്ത് കിട്ടും.